സ്ഫെറിക്കൽ കപ്പാസിറ്ററുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്ഫെറിക്കൽ കപ്പാസിറ്ററിൽ ഒരു 3-4 കേസുകൾ പഠിക്കുന്നതോടുകൂടെ അതിൻ്റെ കേസുകൾ തീരും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രം നോക്കി വെച്ചാൽ മതി. ഞാൻ വരക്കുന്ന ഒരു 3-4 കേസുകൾ നോക്കാം. അപ്പോൾ ആദ്യം സ്ഫെറിക്കൽ കപ്പാസിറ്റർ. ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു സംഗതി ഇതാണ്, ഒരു സ്ഫിയർ മാത്രം. ഇത് നമ്മൾ ശരിക്കും തിയറി പഠിക്കണ നേരത്ത് കാണുന്ന ഒരു കേസാണ്. ഒരൊറ്റ സ്ഫിയറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു കണ്ടക്ടർ വന്നാൽ വേറെ ഒരു കണ്ടക്ടറും കൂടെ ഇതിന് ആവശ്യമുണ്ട്. അങ്ങനെ അത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണെന്നാണ്. അപ്പൊ ഇൻഫിനിറ്റിയിൽ ഒരു സ്ഫെറിക്കൽ ബോഡി മാത്രമേ ഉള്ളൂ തന്നു എങ്കിൽ ഇതിന്റെ മറ്റൊരു ബോഡി ഇൻഫിനിറ്റിയിലാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു റേഡിയസ് r ആണെന്ന് കരുതുക. ഇതിന് നമ്മളൊരു q എന്ന ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ നമ്മള് ഇൻഫിനിറ്റിയിലാണ് ഇതിന്റെ മറ്റേ ബോഡി അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇതിനൊരു q എന്ന ഒരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോഡിക്ക് ഒരു പൊട്ടൻഷ്യൽ v ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റിയിലുള്ള ആ ബോഡിയുടെ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പൊ ഈ രണ്ട് ബോഡികളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് v ആണ്. കാരണം v - 0 ഇതാണ് നോക്കേണ്ടത്. അപ്പൊ v - 0 എന്ന് പറഞ്ഞാൽ v ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. രണ്ട് ചാർജഡ് ബോഡികൾ, ഒന്ന് ഇൻഫിനിറ്റിയിലാണ്, മറ്റൊന്ന് ഇവിടെയാണെന്ന് കരുതുക. എന്തിനാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയണതെന്ന് ചോദിച്ചാൽ, നമ്മൾക്കറിയാം കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ C = Q/V അല്ലേ. അതിൽ താഴെയുള്ള v എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അത് എപ്പോഴും മനസ്സിൽ വെക്കണം. C = Q/V v എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങനെ എടുക്കുന്ന ഒരു കേസ് വന്നേക്കാം. ഇനി നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്ഫെറിക്കൽ ബോഡിയുടെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സർഫസിൽ 1/4πε0 Q/R ആണ്. അപ്പൊ v കിട്ടി. ആ v ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് നമ്മൾക്ക് ആ ക്യൂകൾ കട്ട് ചെയ്തു പോകും. C എന്നുള്ളത് ആൻസർ കിട്ടുക ഇതാണ്, 4πε0r. ഈ v എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം ഇതിന്റെ പൊട്ടൻഷ്യൽ കണ്ടാൽ അതന്നെയാണ് ഈ ബോഡിയുടെയും ഇൻഫിനിറ്റിയിൽ ഉണ്ടെന്ന് കരുതുന്ന ബോഡിയുടെയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ ആയതുകൊണ്ട് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ C = 4πε0r. ഇതാണ് നമുക്ക് ഒന്നാമത്തെ കേസ് ആയിട്ട് വരുന്നത്. ഒറ്റ ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ബോഡിയുമായി ബന്ധപ്പെട്ട അടുത്ത ബോഡി ഇൻഫിനിറ്റിയിലാണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റൻസ് വരുന്നത് 4πε0r ആണ്. അപ്പൊ നമ്മൾക്ക് ഒന്നാമത്തെ ഒരു കേസ് കഴിഞ്ഞു. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എർത്തിന്റെ കപ്പാസിറ്റൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്ഫെറിക്കൽ ബോഡിയുടെ കപ്പാസിറ്റൻസ് വന്നത് 4πε0r ആണ്. ഇനി ഇത് എർത്തിന്റെ കപ്പാസിറ്റൻസ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റർ, 6.4 × 10⁻⁶ മീറ്റർ എന്ന് നമുക്കറിയാം. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിന്റെ ഒക്കെ വാല്യൂ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എർത്തിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് കിട്ടുക 711 മൈക്രോഫാരഡ് ആണ്. 711 മൈക്രോഫാരഡ്. മൈക്രോ നോക്കൂ, ഇത്ര വലിപ്പമുള്ള ഭൂമിയുടെ കപ്പാസിറ്റൻസ് ഇത്രേ വരുന്നുള്ളൂ. അപ്പൊ കപ്പാസിറ്റൻസ് കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് കേട്ടിരുന്നു. അതൊന്ന് ആലോചിക്കുക. അപ്പൊ എന്തിനാണ് നമ്മൾ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർജ്ഡ് കണ്ടക്ടർ അടുത്ത് വെച്ചത്? എന്തിനാണ് അതിന് എർത്ത് ചെയ്തത്? ഇതൊക്കെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്ര കപ്പാസിറ്റൻസ് എർത്തിന് വരുന്നുള്ളൂ. ഇനി ആ ഒരു നമ്മുടെ വാക്വത്തിലാണ് ആ ബോഡി വെച്ചത്. അതെങ്ങാനും ഒരു മീഡിയത്തിലായിരുന്നെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റൻസ് വരിക 4πε0εr × R ഈ രീതിയിൽ വരും. അപ്പോൾ ഒന്നാമത്തത് ജസ്റ്റ് ഒരു സ്ഫെറിക്കൽ ബോഡി ഉള്ള കപ്പാസിറ്റൻസ് ആണ് പറഞ്ഞത്. അടുത്തത് നമുക്ക് വരുന്നത് രണ്ട് സ്ഫിയറുകൾ ഉണ്ടാവും. അതില് ഒരാളെ എർത്ത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റൻസ് കൂടും എന്ന് നമ്മൾ മുമ്പ് കണ്ടിരുന്നു. നമുക്ക് നോക്കാം. ഒരു സ്ഫിയർ ഉണ്ട്, അതേപോലെ
ഇതിനകത്ത് ഒരു സ്ഫിയർ ഉണ്ട്, കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആണ്. ഈ കോൺസെൻട്രിക് സ്ഫിയേഴ്സിൽ ഞാൻ ഔട്ടർ സ്ഫിയർ ആണ് എർത്ത് ചെയ്തത്. അപ്പൊ ഇനി നമ്മൾ അടുത്തൊരു കേസിൽ കാണുമ്പോൾ ഇന്നർ സ്ഫിയർ നമ്മൾ എർത്ത് ചെയ്യും. അപ്പോ ഇത് നല്ലോണം ശ്രദ്ധിക്കുക. ഈ അകത്തെ റേഡിയസ് ആണ് ഞാൻ എ കൊടുത്തത്, ഇവിടുത്തെ പുറത്തത്തെ റേഡിയസ് ആണ് ബി കൊടുത്തത്. അപ്പൊ ഏത് റേഡിയസ് ആണ് വലുത് എന്നൊക്കെ നോക്കുക. അകത്തതിന്റെ റേഡിയസ് ആണ് എ, പുറത്തതാണ് ബി വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ എർത്ത് ചെയ്തത് ഇപ്പോ ഔട്ടർ ആണോ ഇന്നർ സ്ഫിയർ ആണോ എന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഔട്ടർ സ്ഫിയർ ആണ് നമ്മൾ കണ്ടു. ഏതാണോ എർത്ത് ചെയ്യാത്തത് ആ സ്ഫിയറിന് ഒരു ചാർജ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ സംഗതികളൊക്കെ നോക്കി വെക്കണം. 2 സ്ഫിയർ ഉണ്ട്, ഒരാൾ എർത്ത് ചെയ്തിട്ടുണ്ടാവും, എർത്ത് ചെയ്യാത്ത മറ്റൊരാൾക്ക് ചാർജ് ക്യൂ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഇതുമ്മ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മള് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് ഞാനൊരു ക്യൂ ഡാഷ് ആണെന്ന് കരുതി. ആ എർത്ത് ചെയ്ത ബോഡിമ ഇൻഡ്യൂസ് ചെയ്ത ചാർജ് ക്യൂ ഡാഷ് ആണെന്ന് കരുതി. ഈ ഇൻഡ്യൂസ്ഡ് ചാർജ് കണ്ട് പൊട്ടൻഷ്യൽ കണ്ടാലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുള്ളൂ. അപ്പൊ അതിനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ എനിക്ക് ആദ്യം ക്യൂ ഡാഷ് കാണണം. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ഇതാണ്: ഏതാണോ എർത്തഡ് ബോഡി അതിന്റെ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഏതാണോ എർത്തഡ് ബോഡി അതിന്റെ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഇനി ഞാൻ ഈ എർത്തഡ് ബോഡിയുടെ പൊട്ടൻഷ്യൽ കാണാണ്. എർത്തഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ സ്ഫിയർ ആണ്. ഇതിന്റെ പൊട്ടൻഷ്യൽ തീരുമാനിക്കുന്നത് ക്യൂ ഡാഷും പിന്നെ ക്യൂ ആണ്. അപ്പൊ ഞാൻ ആ എർത്തഡ് ബോഡിയുടെ പൊട്ടൻഷ്യൽ കാണുമ്പോൾ നോക്കൂ, 1/4πε0 ഇൻറ്റു ക്യൂ ഡാഷ് ബൈ, എവിടെയാ ക്യൂ ഡാഷ് നിൽക്കുന്നത്? നമ്മൾക്ക് കാണേണ്ടത് ഈ സ്ഫിയറിന്റെ പുറത്താണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഞാൻ ഈ ഡോട്ട് ഇട്ട അവിടുത്തെ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് കാണേണ്ടത്. അപ്പൊ ക്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ ആ സർഫസിലാണ്. സർഫസിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ ക്യാപിറ്റൽ ആർ ആണ്. അപ്പൊ അവിടുത്തെ ക്യൂ ഡാഷ് ആണല്ലോ ചാർജ്. ആ പോയിന്റിന്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ് വരിക. അപ്പൊ ക്യൂ ഡാഷ് ബൈ ബി എന്ന് എഴുതി. പ്ലസ് ഞാൻ 1/4πε0 കോമൺ എടുക്കുകയാണ്. ഇനി അടുത്ത ഇവിടുത്തെ ഒരു പൊട്ടൻഷ്യൽ കാണേണ്ടത് ക്യൂ കൊണ്ടാണ്. ആ ക്യൂ എന്ന് പറയുന്നത് ശരിക്കും ഇന്നർ സ്ഫിയറിലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഇന്നർ സ്ഫിയറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ക്യൂ കൊണ്ട് ഇവിടെയാണ് പൊട്ടൻഷ്യൽ കാണേണ്ടത്. അപ്പൊ ഈ സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാൻ പോകുന്ന പോയിന്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ ആണ്. ഔട്ട്സൈഡ് ദ സ്ഫിയർ ആണെങ്കിൽ ക്യൂ ബൈ സ്മോൾ ആർ ആണെന്ന് നമ്മൾ കേട്ടിരുന്നു, മുമ്പ് പഠിച്ചതാണത്. 1/4πε0 ഇൻറ്റു ക്യൂ ബൈ സ്മോൾ ആർ. സ്മോൾ ആർ എന്ന് പറഞ്ഞാല് നമ്മൾ ഏത് സ്ഫിയറിലാണോ കാണുന്നത് അതിന്റെ സെന്റർ മുതൽ എവിടെ വരെയാണോ കാണാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് അത് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അത് ബി ആ വരിക. അത് ബി ആണ് വരിക. അപ്പൊ എനിക്ക് എഴുതാം ക്യൂ ബൈ ബി എന്ന് എഴുതാം ഈക്വൽ ടു 0. കാരണം എർത്ത് ചെയ്ത ബോഡിയുടെ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്. അപ്പോൾ അങ്ങനെ പൊട്ടൻഷ്യൽ കണ്ടാൽ, എർത്ത് ചെയ്ത ബോഡിയുടെ പൊട്ടൻഷ്യൽ കണ്ടാൽ നമുക്ക് ഈ ഇൻഡ്യൂസ്ഡ് ചാർജ് കിട്ടും. ഈ ഇൻഡ്യൂസ്ഡ് ചാർജ് കാണാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നോക്കൂ, ക്യൂ ഡാഷ് ബൈ ബി പ്ലസ് ക്യൂ ബൈ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ബി എന്നുള്ളത് കട്ട് ചെയ്ത് പോവും. അങ്ങനെ ക്യൂ ഡാഷ് ഈക്വൽ ടു മൈനസ് ക്യൂ എന്ന് കിട്ടും. ക്യൂ ഡാഷ് ഈക്വൽ ടു മൈനസ് ക്യൂ. അപ്പൊ നമുക്ക് ഇൻഡ്യൂസ്ഡ് ചാർജ് കിട്ടി. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുകയാണെങ്കിൽ നോക്കാം, നമുക്കിപ്പോ കിട്ടിയത് ക്യൂ ഡാഷ് ഈക്വൽ ടു മൈനസ് ക്യൂ എന്നാണ്, മറക്കരുത്. നമ്മൾ ആദ്യം ചെയ്തത് ഒരു സ്ഫിയർ ഉണ്ട്, വേറെ ഒരു സ്ഫിയർ ഉണ്ടായിരുന്നു. ആ സ്ഫിയറിനെയാണ് നമ്മൾ എർത്ത് ചെയ്തത്. ആ സ്ഫിയറിന്റെ റേഡിയസ് ഔട്ടർ സ്ഫിയറിന്റെ എ ആയിരുന്നു, ഇന്നർ സ്ഫിയറിന്റെ ഔട്ടർ സ്ഫിയറിന്റെ ബിയും ഇന്നർ സ്ഫിയറിന്റെ എയും ആയിരുന്നു. എർത്ത് ചെയ്യാത്ത ബോഡിക്കാണ് നമ്മൾ ക്യൂ കൊടുത്തത്. ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത ചാർജാണ് ക്യൂ ഡാഷ്, അത് മൈനസ് ക്യൂ എന്ന് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം.
പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി, ഈ ഔട്ടർ സ്ഫിയർ ഉണ്ടല്ലോ, ഇതിന്റെ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോ ഇന്നർ സ്ഫിയറിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുമല്ലോ. ഇന്നർ സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ കണ്ടാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്ന അർത്ഥം. അപ്പൊ ഇന്നർ സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ കണ്ടാൽ മതി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടാൻ. അപ്പൊ ആ ഇന്നർ സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുകയാണെങ്കിൽ ഞാൻ എഴുതുന്നത് നോക്കുക, വി ഇന്നർ. ഇന്നറിന്റെ പൊട്ടൻഷ്യൽ കണ്ടാൽ മതി, അപ്പൊ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടി, കാരണം ഔട്ടറിന്റെ 0 ആണ്. ഇനി ഇന്നറില് ആരൊക്കെയാണ് കാണേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത്. അത് ആരെ കൊണ്ടൊക്കെ ഉണ്ട്? ഈ ക്യൂ കൊണ്ടുണ്ട്, പിന്നെ ഈ മൈനസ് ക്യൂ കൊണ്ടും ഉണ്ട്, അഥവാ ഈ ക്യൂ ഡാഷ് കൊണ്ട്. അപ്പൊ 2 ചാർജുകളെ കൊണ്ട് പൊട്ടൻഷ്യൽ കാണണം. ഈ ക്യൂ കൊണ്ട് കാണുമ്പോ നോക്കുക, ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ഈ സർഫസിന്റെ ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഈ പോയിന്റ് ഇവിടുന്ന് വായിക്കുകയാണ്. ഈ പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ കാണുന്നത്. ആ ക്യൂ എന്ന് പറഞ്ഞാൽ ആ സർഫസിൽ തന്നെയാണ്. അപ്പൊ 1/4πε0 ഇൻറ്റു ക്യൂ ബൈ എ എന്നാ വരിക. പക്ഷേ ഇവിടെ നോക്കാം, ഈ മൈനസ് ക്യൂ എന്ന് പറയുന്നത് ഈ സർഫസിലാണ്. ആ സർഫസിലുള്ള മൈനസ് ക്യൂ കൊണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ കാണുന്നത് ആ സർഫസിന്റെ അകത്താണ്. ഒരു സ്ഫിയറിന്റെ അകത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലെ പൊട്ടൻഷ്യലിന് ഈക്വൽ ആണ്. അപ്പൊ സർഫസിലെ പൊട്ടൻഷ്യലാണ് കാണേണ്ടത്, ഈ പോയിന്റിലാണ് കാണേണ്ടത്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സർഫസിന്റെ അകത്താണ്. അകത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലെ പൊട്ടൻഷ്യലിന് ഈക്വൽ ആണ്. അപ്പൊ ഞാൻ കാണുന്നത് മൈനസ് ക്യൂ കൊണ്ടായതുകൊണ്ട് മൈനസ് വരും, ക്യൂ ബൈ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ സർഫസിന്റെ ബി ആണ്, മൈനസ് ക്യൂ ബൈ ബി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് ഇന്നറിന്റെ പൊട്ടൻഷ്യൽ ആണ്, പക്ഷെ അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അതിനെ വി എന്ന് എഴുതിയാൽ അവിടുന്ന് ക്യൂനെ കോമൺ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വി ബൈ ക്യൂ എന്നാവും. വി ബൈ ക്യൂ ആയി കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് 1/4πε0 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ബി മൈനസ് എ ഡിവൈഡഡ് ബൈ എ ബി. ഇതാണ് വരിക. ഇത് നമ്മൾ തിരിച്ചിട്ടാൽ ക്യൂ ബൈ വി എന്നാ കിട്ടുക. ആരാ ക്യൂ ബൈ വി? കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ വരുന്നത് 4πε0 എ ബി ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഇതാണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ വരിക. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതില് ഞാൻ ഈ ഡിറൈവ് ചെയ്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് ശരിക്ക് ആവശ്യമില്ല. നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയി ഇക്വേഷന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലതാണ്. അപ്പൊ നമ്മള് 2 കാര്യങ്ങളാണ് പഠിച്ചത്. സ്ഫെറിക്കൽ കപ്പാസിറ്ററിന്റെ കേസിൽ ഒരു സ്ഫിയർ ഉള്ളതും പിന്നെ 2 സ്ഫിയറിൽ ഔട്ടർ സ്ഫിയറിനെ എർത്ത് ചെയ്തതുമായ ഇക്വേഷനാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഒറ്റ സ്ഫിയർ ആണെങ്കിൽ 4πε0r എന്നാണ് ഇക്വേഷൻ കിട്ടിയത്, ഒരു സ്ഫിയർ മാത്രമാണെങ്കിൽ. ഇനി ഞാൻ ഇവിടെ എഴുതാണ് സി ഔട്ടർ. എന്താ ഈ സി ഔട്ടർ എന്ന് പറഞ്ഞാല് ഔട്ടർ സ്ഫിയർ ആണ് എർത്ത് ചെയ്തതെങ്കിൽ 4πε0 ഇൻറ്റു എ ബി ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഇതിലേതാ വലിയ റേഡിയസ്? അത് ബി ആണ്, ഔട്ടർ സ്ഫിയർ. കാരണം ബി മൈനസ് ഇത് നോക്കിയാൽ മതി, വലുത് മൈനസ് ചെറുത് നോക്കിയാൽ മതി. അപ്പോ ബി മൈനസ് എ എന്നുള്ളത് കിട്ടി. ഇതാണ് നമ്മൾ 2 പഠിച്ചത്. ഇനി ഞാൻ അടുത്ത ഒരു കേസ് പറയുകയാണ്. ഇതേപോലെ 2 സ്ഫെറിക്കൽ ബോഡികളാണ് എർത്ത് ചെയ്യുന്നത്, പക്ഷേ ഇന്നർ സ്ഫിയർ ആണ്. ഇന്നർ സ്ഫിയർ ആണ് എർത്ത് ചെയ്തെങ്കിൽ നമ്മൾ എപ്പോഴും ഇന്നർ സ്ഫിയറിന് കൊടുത്തത് എ ആണ് റേഡിയസ്, ഔട്ടർ സ്ഫിയറിന് ബി ആണെങ്കിൽ എർത്ത് ചെയ്യാത്ത ബോഡിക്ക് ഞാനൊരു ചാർജ് ക്യൂ കൊടുത്താൽ അകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് ക്യൂ ഡാഷ്. ഇനി എങ്ങനെയാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുക? ആദ്യം ക്യൂ ഡാഷ് കാണണം. ക്യൂ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഡ്യൂസ്ഡ് ചാർജ് ആണ്. ആ പോയിന്റിൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും, കാരണം അത് എർത്തഡ് ബോഡിയാണ്. അത് ഞാൻ ഇവിടുത്തതാണ് കാണുന്നത് കേട്ടോ. ആദ്യം ഞാൻ ക്യൂ കൊണ്ട് കാണും. അപ്പോ വി ഈക്വൽ ടു, അല്ലെങ്കിൽ ആ എർത്തഡ് ബോഡിയുടെ പൊട്ടൻഷ്യൽ കാണുമ്പോൾ 1/4πε0 ഇൻറ്റു ക്യൂ കൊണ്ടാ കാണുന്നതെന്ന് കരുതുക. ക്യൂ ഡിവൈഡഡ് ബൈ
ക്യൂ കൊണ്ട് അകത്ത് കാണുമ്പോൾ അകത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലെ പൊട്ടൻഷ്യലിന് ഈക്വൽ ആണ്. അപ്പൊ സർഫസിലെ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ മതി. ക്യൂവിന്റെ സർഫസ് പറഞ്ഞാൽ ബി ആണ്. ക്യൂ ബൈ ബി പ്ലസ് 1/4πε0 കോമൺ എടുത്തിട്ടുണ്ട്. ക്യൂ ഡാഷില് ആ പോയിന്റ് വരുന്നത് ആ ക്യൂ ഡാഷിന്റെ അതേ സർഫസാ. അപ്പോ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എ ആണ്. ക്യൂ ഡാഷ് ബൈ എ ഈക്വൽ ടു 0. ഇനി നമ്മള് ഇതിന്ന് ക്യൂ ഡാഷ് കാണുകയാണെങ്കിൽ ക്യൂ ബൈ ബി ഈക്വൽ ടു മൈനസ് ക്യൂ ഡാഷ് ബൈ എ ആണ്. അപ്പൊ നമുക്ക് അവിടുന്ന് ക്യൂ ഡാഷ് കിട്ടും. ക്യൂ ഡാഷ് ഈക്വൽ ടു മൈനസ് ക്യൂ എ ബൈ ബി എന്നാണ് കിട്ടുക. അപ്പൊ ഇൻഡ്യൂസ്ഡ് ചാർജ് ഞാൻ ആദ്യം കണ്ടെത്തി. അത് കണ്ടെത്തിയതിനു ശേഷം നമുക്കിനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം. നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ നോക്കൂ, എനിക്ക് ക്യൂ ഡാഷ് ഇൻഡ്യൂസ്ഡ് ചാർജ് കിട്ടിയത് മൈനസ് ക്യൂ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ബി എന്നാണ് കിട്ടിയത്. ഇനി നമ്മൾ കാണേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി ഈക്വൽ ടു ഏതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടാൽ മതി? ഔട്ടർ സ്ഫിയറിൻ്റെത്. ഔട്ടർ സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ കണ്ടാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. കാരണം ഇന്നർ സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ 0 ആയി. കാരണം അത് എർത്തിലാണ്. അപ്പൊ നമുക്ക് ഔട്ടർ സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ കണ്ടാൽ മതി. ഔട്ടർ സ്ഫിയറിൽ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത് ആ സ്ഫിയറിന്റെ പുറത്തുള്ള ക്യൂവും അതിനകത്തുള്ള ക്യൂ ഡാഷും ആണ്. അപ്പൊ നമ്മള് ക്യൂ കൊണ്ട് കണ്ടാൽ 1/4πε0 കോമൺ എടുക്കാം. ക്യൂ ബൈ ഇതിന്റെ സർഫസിലായതുകൊണ്ട് ക്യൂ ബൈ ബി. അടുത്തത് ക്യൂ ഡാഷ് എന്ന് പറയുന്നത് ആരാ? മൈനസ് ക്യൂ എ ബൈ ബി ആണ്. അപ്പൊ ഞാൻ ക്യൂ ഡാഷ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ക്യൂ ഡാഷ് എവിടെയാ? അകത്താണ്. ഈ അകത്തുള്ള ഈ ഒരു ക്യൂ ഡാഷിന്റെ പൊട്ടൻഷ്യൽ കാണേണ്ടത് പുറത്തെ പോയിന്റിലാണ്. അപ്പൊ പുറത്തെ പോയിന്റ് ആവുമ്പോൾ ക്യൂ ബൈ സ്മോൾ ആർ ആണ്. ആ പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അപ്പൊ ആ ക്യൂ ഡാഷിന്റെ പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പൊ ഒരു ബിയും കൂടെ വരും. അപ്പൊ അവിടെ ബി സ്ക്വയർ എന്നാണ് വരിക. ഇനി ഇതിൽ നോക്കൂ, വി ഔട്ടർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഞാൻ അതില് ക്യൂനെ എന്ത് ചെയ്തു? താഴോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വി ബൈ ക്യൂ എന്നാവും. വി ബൈ ക്യൂ എന്നായി കഴിഞ്ഞാല് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ബീനെ കോമൺ എടുക്കാമല്ലോ. ആ ബിയെ കോമൺ എടുത്തു കഴിഞ്ഞാല് 1/4πε0 ഇൻറ്റു ബി എന്നാവും. ഇൻറ്റു ബി ആയി കഴിഞ്ഞാല് ഇവിടെ വരിക, ബിനെ കോമൺ എടുത്തിട്ടുണ്ട്, 1 മൈനസ് എ ബൈ ബി എന്നാണ് വരിക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക ബി മൈനസ് എ എന്നാണ്. ബി മൈനസ് എ ഡിവൈഡഡ് ബൈ ബി. ഇവിടെ പുറത്തൊരു ബി ഉണ്ട്. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ആയി. അപ്പൊ സി ഈക്വൽ ടു ഇവിടെ തിരിച്ചിട്ടാല് 4πε0 ഇൻറ്റു താഴെ ബി ഇൻറ്റു ബി വരും, ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഇതാണ് ഇതിന്റെ കപ്പാസിറ്റൻസ് വരിക. ഇനി ഞാൻ ഇതുവരെ നമ്മൾ പറഞ്ഞ 3 കപ്പാസിറ്ററുകളുടെ കപ്പാസിറ്റൻസ് പറയാൻ പോവാണ്. ഒന്ന് ഒറ്റ സ്ഫിയർ ആയിരിക്കുമ്പോൾ, മറ്റൊന്ന് ഔട്ടർ സ്ഫിയർ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ, മറ്റൊന്ന് ഇന്നർ സ്ഫിയർ എർത്ത് ചെയ്താൽ. ഒന്ന് നോക്കൂട്ടാ. ഇവിടെ ഒരു സ്ഫിയർ മാത്രമാണെങ്കിൽ, ഒന്ന് മാത്രമാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ വന്നത് എന്ത് ചെയ്യുന്നു? 4πε0 r. രണ്ടാമത് വന്നത് ഔട്ടർ സ്ഫിയറിനെ എർത്ത് ചെയ്യുമ്പോൾ 4πε0 ഇൻറ്റു എ ബി ഡിവൈഡഡ് ബൈ വലുത് മൈനസ് ചെറുത് ബി മൈനസ് എ. അടുത്തത് നമുക്ക് വന്നത് ഇന്നർ സ്ഫിയറിനെ എർത്ത് ചെയ്യുമ്പോഴാണ്. ഇന്നർ സ്ഫിയറിനെ എർത്ത് ചെയ്യുമ്പോൾ എ ബി എന്നുള്ളതിന് പകരം 4πε0 ബി സ്ക്വയർ വലുത്, വലുതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ വലുത് മൈനസ് ചെറുത്. ഇതാണ് 3 ഇക്വേഷൻസ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് പറയാം. ഇതില് 4ാമത്തെ കേസ് വരുന്നത്, ഇങ്ങനെ 2 സ്ഫെറിക്കൽ കപ്പാസിറ്ററുകൾ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ബോഡികൾ ഉണ്ടാവും. പക്ഷെ ഇവയെ ഒരു
വയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വയറുമായിട്ട് കണക്ട് ചെയ്താൽ വീണ്ടും ഇത് എ ആണ്, ഈ ഔട്ടർ സ്ഫിയറിന്റെ റേഡിയസ് ബിയും ആണെങ്കിൽ ഈ വയറുമായിട്ട് കണക്ട് ചെയ്താലുള്ള പ്രശ്നം നമ്മൾ കോമൺ പൊട്ടൻഷ്യൽ എന്നുള്ള ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നു. നമ്മൾ എന്ത് ചാർജ് കൊടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ഔട്ടർ സ്ഫിയറിൽ വന്നു നിൽക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു ഔട്ടർ സ്ഫിയറിൽ വന്നു നിന്നാൽ ഇവിടെ ഒരു ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യൂ ടോട്ടലായിട്ട് ഔട്ടർ സ്ഫിയറിൽ വന്നു നിൽക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഔട്ടർ സ്ഫിയറിൽ വന്നു നിന്നാൽ എല്ലാ ചാർജ്, എത്ര ചാർജ് നമ്മൾ ഇന്നർ സ്ഫിയറിൽ കൊടുത്താലും ഒക്കെ ഔട്ടർ സ്ഫിയറിൽ വന്നു നിൽക്കും. ഇതായിരുന്നു കോമൺ പൊട്ടൻഷ്യലിന്റെ ഒരു കൺസെപ്റ്റ് വന്നിരുന്നത്. ആ ഒരു സമയത്ത് ഇതിന് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഇതൊരൊറ്റ സ്ഫെറിക്കൽ ബോഡി പോലെയാവും. ആ സ്ഫെറിക്കൽ ബോഡിയുടെ റേഡിയസ് ബി ആയിട്ട് വരും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വയറുമായിട്ട് കണക്ട് ചെയ്താൽ ചാർജ് ഫ്ലോ നടക്കും. എവിടേക്ക്? ഇന്നർ ടു ഔട്ടർ സ്ഫിയർ ആണ് നടക്കുക. അങ്ങനെ എല്ലാ ചാർജുകളും ഔട്ടർ സ്ഫിയറിൽ വന്നു നിന്നാൽ ഇത് ഒരു സ്ഫിയർ പോലെയായി, ഒറ്റ സ്ഫിയർ മാത്രം പോലെയാവും. അതിന്റെ റേഡിയസ് ബി ആണ്. അപ്പോ ഒറ്റ സ്ഫിയർ ആണെങ്കിൽ നമുക്കറിയാം കപ്പാസിറ്റൻസ് 4πε0 r ആണല്ലോ. അപ്പൊ 4πε0 r എന്ന് പറയുമ്പോൾ അതിന്റെ r എന്ന് പറയുന്നത് ബി ആണ്. അവിടെയും വലുതാണ് വരുന്നത്. അപ്പോ ഇത്രയും കപ്പാസിറ്റൻസുകളാണ് നമുക്ക് വരിക. അപ്പൊ ഈ കേസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മളത് പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വയറുമായിട്ട് കണക്ട് ചെയ്താൽ എന്ത് ചാർജ് ഇന്നർ സ്ഫിയറിന് കൊടുത്താലും അത് ഔട്ടർ സ്ഫിയർക്ക് പോകും. അത് കോമൺ പൊട്ടൻഷ്യലിന്റെ ഒരു കൺസെപ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ചാർജുകളും ഔട്ടർ സ്ഫിയർ ആണെങ്കിൽ അപ്പൊ ഒരു ഒറ്റ സ്ഫിയർ പോലെയാണ്. ആ സ്ഫിയറിന്റെ റേഡിയസ് ബി ആണെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് വരെ 4πε0 r പകരം 4πε0 b ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഒരു 4 കേസുകളാണ് പഠിച്ചത്. ആ 4 കേസ് ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ, ഒന്നാമത്തത് ഒരൊറ്റ സ്ഫിയർ മാത്രമായിട്ടാണ് വെക്കുന്നതെങ്കിൽ ഞാൻ C1 കൊടുക്കാണ്. അതിന്റെ ഇക്വേഷൻ വരുന്നത് 4πε0 r എന്നാണ്. രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് ഔട്ടർ സ്ഫിയറിനെ എർത്ത് ചെയ്യുമ്പോഴുള്ള രീതിയാണ് വരുന്നത്. ഔട്ടർ സ്ഫിയറിനെ നമ്മൾ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റൻസ് വന്നത് 4πε0 ഇൻറ്റു AB ഡിവൈഡഡ് ബൈ B മൈനസ് എ, വലുത് മൈനസ് ചെറുതാണ് വന്നത്. അടുത്ത് നമുക്ക് വരുന്നത് ഇന്നർ സ്ഫിയറിനെയാണ് നമ്മൾ എർത്ത് ചെയ്യുന്നതെങ്കിൽ, ഇന്നർ സ്ഫിയറിനെയാണ് എർത്ത് ചെയ്തതെങ്കിൽ വരുന്ന ഇക്വേഷൻ 4πε0 ഇൻറ്റു B സ്ക്വയർ, വലുത് ഡിവൈഡഡ് ബൈ B മൈനസ് എ. ഈ രീതിയിലാണ് നമുക്ക് വന്നത്. നാലാമത്തെ ഒരു കേസ് വന്നത് 2 സ്ഫിയറുകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളൊരു വയറുമായിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ അത് ഒരൊറ്റ സ്ഫിയർ പോലെ ആക്ട് ചെയ്യും. വയറുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഞാൻ അതിന് C വയർ എന്ന് കൊടുത്തു എന്ന് കരുതാം. ഒരൊറ്റ സ്ഫിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ 4πε0 r ആണ്. r ഇവിടെ കൊടുക്കേണ്ടത് B ആണ്. അത് വലിയ റേഡിയസ് നോക്കിയിട്ട് കൊടുക്കുക. അപ്പൊ ഈ 4 കേസുകളാണ് ഇതിൽ വരുന്നത്. ഈ കേസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ഫെറിക്കൽ കപ്പാസിറ്റർ എന്നുള്ള ഹെഡിങ് എഴുതിയിട്ട് ഒരു നോട്ടിൽ ഇങ്ങനെ എഴുതുക, കേസ് 1, എന്നിട്ട് ആ പിക്ചറൊക്കെ വരക്കുക. ഒറ്റ കപ്പാസിറ്റർ മാത്രം, അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരിക. രണ്ടാമത്തത് കേസ് 2 എന്ന് കൊടുക്കുക, എന്നിട്ട് അത് ഡിറൈവ് ചെയ്യുക. 3, 4 ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു നോട്ട് എനിക്ക് അയച്ചു തരണം. അപ്പൊ നിങ്ങൾ ഇതിൽ നമ്മൾക്ക് നേരിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഈ ഇക്വേഷൻസ് മാത്രമേ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കൂല. പക്ഷെ അത് മറക്കാതിരിക്കാനും കൂടുതൽ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും നിങ്ങൾ ആ ഡെറിവേഷൻസ് കൂടെ പഠിച്ചു വെച്ചാൽ വളരെ നന്നാവും. അപ്പോൾ അത് അയച്ചു തരിക. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ അയക്കും. അത് ചെയ്യാനൊന്നുമില്ല. ഈ ഓപ്ഷൻ നോക്കിയിട്ട് ഇന്ന് ടിക്ക് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ആ ഓപ്ഷൻ അതിലുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ അയക്കുന്നത്.